അപ്പോൾ നമ്മുടെ ജെഇമെയിൻ സെഷൻ 1 ആദ്യത്തെ ദിവസത്തെ രണ്ടാമത്തെ ഷിഫ്റ്റ് കഴിഞ്ഞ വിദ്യാർത്ഥികളാണ്. അപ്പോൾ നമുക്ക് അവരുടെ എക്സാമിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു മോളെ എക്സാം? എക്സാം മോഡറേറ്റ് ലെവലായിരുന്നു. കെമിസ്ട്രിയും കൂടുതലും തിയറി ബേസ്ഡ് ആയിരുന്നു. മാത്സ് പിന്നെ കൂടുതലും ടഫുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ലെങ്തി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ലെങ്തി ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ടൈം മാനേജ്മെന്റ് ഒക്കെ ഓക്കെ ആക്കാൻ പറ്റിയോ? ആദ്യം ഫിസിക്സും കെമിസ്ട്രിയും ചെയ്തു, അവസാനം മാത്സ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ മോഡൽ എക്സാംസ് ഒക്കെ ഒത്തിരി എഴുതിയിട്ടുണ്ടാവില്ലേ നിങ്ങൾക്ക്? അപ്പോൾ ആ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നോ? കൂടുതലും തിയറി ബേസ്ഡ് ആയിരുന്നു. അപ്പോൾ കുറെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറെ ബാലൻസ് ഒക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഇതുപോലെ കെമിസ്ട്രി കുറെയൊക്കെ ഭയങ്കരമായിട്ട് തിയറിന്നാണ് വന്നത്. ഫിസിക്സും കെമിസ്ട്രി അത്യാവശ്യം അറ്റൻഡ് ചെയ്തു. മാത്സ് കുറെ ലെങ്തി ആയിരുന്നു. എന്നാലും ടൈമൊക്കെ ഓക്കെ ആയിരുന്നോ? മാനേജ്മെന്റ് എല്ലാം കറക്റ്റ് ആയിരുന്നു. അകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടായോ? ഇല്ല, ബാക്കി ഐഡന്റിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് പോയി അല്ലേ? ഓക്കെ. എനിക്ക് സാധാരണ എല്ലാവർക്കും കെമിസ്ട്രി ആണ് എളുപ്പം ഉണ്ടാവുക എല്ലാ എക്സാംസിനും. പക്ഷെ ഈ എക്സാമിന് ഫിസിക്സ് ആയിരുന്നു കെമിസ്ട്രിനെക്കാട്ടിയും ബെറ്റർ ആയിട്ട് വന്നല്ലേ? പിന്നെ ഫിസിക്സ് കൂടുതലും ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്? പ്രോബ്ലം ടൈപ്സ് ഒത്തിരി ഉണ്ടായിരുന്നോ? ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. രണ്ട് ഏകദേശം ഒരുപോലെ തന്നെയായിരുന്നു അല്ലേ? അപ്പോൾ കെമിസ്ട്രി കുറച്ച് ടഫായിരുന്നു നമുക്ക്. കുഴപ്പമില്ലായിരുന്നു. കമ്പാരിറ്റീവ്ലി കുറച്ച് മാനേജ് ചെയ്യാൻ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അല്ലാതെ കെമിസ്ട്രി എങ്ങനെയായിരുന്നു കൂടുതലും ചോദിച്ചത്? ഏത് ഭാഗത്തുനിന്നാ? ഇൻഓർഗാനിക് അത്യാവശ്യം ഉണ്ടായിരുന്നു, ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓക്കെ. പരീക്ഷ മൊത്തത്തിൽ എളുപ്പം തന്നെയായിരുന്നു. ഒരു ആവറേജ് പേപ്പർ എന്ന് വേണമെങ്കിൽ പറയാം. അത്യാവശ്യം നന്നായി തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റി. ടൈം മാനേജ്മെന്റ് ഒന്നും ഇഷ്യൂ ഉണ്ടായില്ല, കാരണം ഒരുപാട് മോക്കുകളിലൂടെ കടന്നു വന്നതുകൊണ്ട് അതിൻ്റെയൊക്കെ ഒരു ഫേവർ എന്തായാലും കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല ആ ഒരു ലെവൽ ഡിഫിക്കൽറ്റി എക്സാംസ്, അതായത് പലതരം ക്വസ്റ്റ്യൻസ് കണ്ടിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഹെൽപ്ഫുൾ ആയിരുന്നു. പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താനുള്ള ഒരു എന്താ പറയാ, ഹെൽപ്ഫുൾ ആയിരുന്നു. എങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു എക്സാം ആയിരുന്നു. ഓക്കെ, എക്സാം കുഴപ്പമില്ലായിരുന്നു. പക്ഷേ കെമിസ്ട്രി തിയറി ബേസ്ഡ് ആണ്. ടെക്സ്റ്റ് ബുക്ക് വായിച്ചാലേ അത്യാവശ്യം എഴുതാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നി. മാത്സ് കുറെ കൂടെ പ്രോബ്ലം ചെയ്ത് പഠിക്കണം, എന്നാലേ ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഫിസിക്സ് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. എന്നാലും നല്ലൊരു പരീക്ഷ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ബാക്കി നോക്കാം. പരീക്ഷ പ്രോബബ്ലി ഒരു മോഡറേറ്റ് എക്സാം. ബ്രില്യൻ മോഡലിന്റെ അത്ര ടഫ്നെസ് ഇല്ല, അതിനെക്കാട്ടിയും ടഫ്നെസ് കുറവാ. മോഡൽസ് ഒക്കെ എഴുതിയത് കൊണ്ട് ഒരു ഗുണം കിട്ടിയതായിട്ട് മോഡൽസ് ശരിക്കും ഗുണമുണ്ട്. പക്ഷെ മോഡൽസിന്റെ ഒരു ഫസ്റ്റ് ലോട്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു ഈസി എക്സാംസിന്റെ പാറ്റേണിൽ അത്യാവശ്യം വന്നത് ആ ഒരു സെയിം പാറ്റേൺ അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എക്സാം കയറുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു പേടിയോ കാര്യങ്ങൾ ഉണ്ടായിരുന്നോ? ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും? ഇല്ല, കാരണം ബ്രില്യൻ എല്ലാതരം ക്വസ്റ്റ്യൻസും എഴുതിയോണ്ട് എല്ലാ മോഡലും അറിയാം, എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും പരിചയമുള്ളതുകൊണ്ട് അത്ര വലിയ ടെൻഷൻ ഉണ്ടായില്ല. ക്വസ്റ്റ്യൻ ടൈപ്പ് ടെൻഷൻ ഉണ്ടായില്ല. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.